ആരിഫ് മോനെ, അപ്പോൾ അടുത്ത ആരിഫിൻ്റെ ഒരു വാദമാണ്, ബാങ്ക് മലയാളത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾ ഈ രാജ്യം വിട്ടു പോകേണ്ടി വരും, അവരുടെ കള്ളത്തരം വെളിവാകും, ഇത്രയും വലിയ വർഗീയതയുണ്ടോ എന്ന് നിരീശ്വരവാദി. മനസ്സിലായില്ലല്ലേ? വിശ്വാസികൾ അവരുടെ വിശ്വാസത്തിലൂന്നി അവരുടെ വിശ്വാസം പറയുമ്പോൾ അത് വർഗീയതയെന്നും, എല്ലാ വിശ്വാസികളെയും എതിർക്കുകയും പരിഹസിക്കുകയും മോശപ്പെടുത്തുകയും വിശ്വാസം എന്നുള്ളത് തന്നെ ഇല്ല, അത് തെറ്റാണ് എന്ന നിലയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആരിഫ് ഹുസൈൻ പറയുന്നു മുസ്ലിമീങ്ങൾ വർഗീയത പറയുന്നു. ബാങ്കിൻ്റെ അർത്ഥം പറയട്ടെ, കേട്ടോ. അള്ളാഹു വലിയവനാണ്, അള്ളാഹു വലിയവനാണ്, അള്ളാഹു അല്ലാതെ ആരാധനയ്ക്കർഹനില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ആരിഫേ, ആരാ? ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അഷ്ഹദു എന്നാ പറഞ്ഞത്, ഞങ്ങളൊന്നും പറഞ്ഞില്ല, നിങ്ങളൊന്നും പറഞ്ഞില്ല, അവരൊന്നും പറഞ്ഞില്ല, അവനൊന്നും പറഞ്ഞില്ലടോ, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. നിങ്ങളെന്നാണോ പറഞ്ഞേ? അല്ലേ അല്ല. അടുത്തത് ഹയ്യ അല സ്വല, നമസ്കാരത്തിലേക്ക് വരൂ. ഹയ്യ അലൽ ഫല, വിജയത്തിലേക്ക് വരൂ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അള്ളാഹു വലിയവനാണ്, അള്ളാഹു വലിയവനാണ്. എന്തേ മുസ്ലിമീങ്ങൾ കണ്ടം വഴി ഓടിയ? എഴുന്നേറ്റ് പോടാ, ഈ ചീഞ്ഞ വർഗീയത പറയാൻ വേണ്ടി ഇതിനൊക്കെ കാശാണ് ആവശ്യം. വല്ല തെണ്ടി ജീവിക്ക്, അതൊരു മാന്യതയില്ലേ? ഈ വർഗീയത പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നത് മതവിശ്വാസികളല്ല എന്നെല്ലാവർക്കും അറിയാം. നിന്നെപ്പോലെയുള്ള കാശിന് വേണ്ടി എന്ത് നെറികേടും കാണിക്കുന്ന, എന്ത് ഊളത്തരം കാണിക്കുന്ന നിന്നെപ്പോലെയുള്ള ആളുകൾ പറയുന്ന ഈ വാദങ്ങൾ ഞങ്ങളെയൊന്നും ബാധിക്കൂല. പിന്നെ ഇതിപ്പോൾ പറഞ്ഞത് അത് നിനക്കുള്ളൊരു മറുപടിയാണ്. നിനക്കെതിരെ മറുപടി പറയാൻ ആരുമില്ല എന്ന തോന്നൽ നിനക്കുണ്ടാവണ്ട. നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ, നമുക്ക് എന്ത് ചെയ്യാം, കൈകാര്യം ചെയ്യാം. അപ്പം ടാറ്റ.